അപ്പോൾ നമസ്കാരം നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലേ ഫയർ ആൻഡ് റെസ്ക്യൂ. അപ്പോൾ നിങ്ങളാണ് ഈ നാടിന്റെ ശക്തി, മറന്നു പോരുത്. അപ്പോൾ എങ്ങനെയാ പരിപാടി? നന്നായിട്ട് പോണ്. ഓക്കെ, അടിപൊളി, സന്തോഷം. അപ്പോൾ ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കൂ, അല്ലെ എങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ് നോർമലി? ഇപ്പൊ തീ പിടിക്കുന്നു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? തീ പിടിച്ച് ഞങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് വണ്ടി ഇടുന്ന നിർത്തി ഇറങ്ങും. വലിയ ഫയർ ആണെങ്കിൽ 2 വണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ഉറക്കം വരാം, അല്ലെങ്കിൽ ഇപ്പൊ പോരാങ്കിൽ ചൂടുണ്ടല്ലോ, അതാണ് മുഖത്തൊരു ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി എന്തോ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു അല്ലേ? ഈ തീപിടുത്തമില്ലാത്ത രാവുകളുണ്ടോ? ഉണ്ട്. മഴ പെയ്തുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ആശ്വാസമുണ്ട്. അതിലെപ്പോഴും ഞാൻ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴേ എപ്പോഴും ഒരു അരമണിക്കൂറിന്റെ ഉറക്കം അവർക്ക് ബാക്കി കിടക്കും മുഖത്ത്. എനിക്കൊരു ഫീൽ അത് അല്ല, ഈ നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ, ചൂരൽമല, ആ സമയത്ത് ഇവരുടെ സേവനം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിഗംഭീരം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ഇടപെടൽ ആയിരുന്നു ആ സമയത്ത് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവരിന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? മലപ്പുറം ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളെല്ലാം ഒന്നും ഒരു കൂടാരത്തിന് കീഴിലാണല്ലോ കഴിഞ്ഞത് ആ ദിവസങ്ങളിൽ. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് അഭിമാനത്തോടെ ഓർക്കാനും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനും പറ്റിയ കാര്യം അത്. മുണ്ടക്കൈ ചൂരൽമല നിങ്ങളുടെ ഓപ്പറേഷൻ കിടിലുമായിരുന്നു. കാര്യം ഞങ്ങളുടെ സംഘവും നിങ്ങൾ പോലെ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരേ ജോലി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, ഞങ്ങൾ പ്രേക്ഷകരെ റെസ്ക്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല, ഇതാണ് ഓഫീസ്. സമയമായിട്ടില്ല അല്ലേ? ഓക്കെ.